ഹായ് ഡിയേഴ്സ്, എങ്ങനെയാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ക്യാപ് കട്ടിൻ്റെ പ്രോ വേർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാപ് കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാപ് കട്ട് ആയിരിക്കണം നമ്മുടെ ഫോണിൽ. അതിൽ മാത്രമേ ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോ വേർഷൻ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനാദ്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ക്യാപ് കട്ടിൻ്റെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നോർമൽ ക്യാപ് കട്ട് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ് കട്ടിൻ്റെ നോർമൽ വേർഷൻ ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്യാപ് കട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 149.5 മില്യൺസ് ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട്. റേറ്റിംഗ്സ്, റിവ്യൂസ് വന്നിട്ടുണ്ട്. ഡെവലപ്പറെ പേര് കൊടുത്തിട്ടുണ്ട്, ലൈസൻസ് കാര്യങ്ങൾ, ഇതെല്ലാ ഡീറ്റെയിൽസും അല്ലേ. ഇതിൻ്റെ റാം, അതേപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങൾ, സൈസ് എത്രയാണ് വരുന്നത്, കാര്യങ്ങൾ മൊത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഫ്രീ 298.05 MB എന്ന് കാണാൻ സാധിക്കും. നിലവിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയാണ് വരുന്നത്. മാത്രമല്ല ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു 315-320 MB വരെ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെർമിഷന് കാര്യങ്ങൾ ചോദിക്കും. ആ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡിങ് ഫയൽ എന്നുള്ളത് അല്ലേ. ജസ്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ എടുത്തു നോക്കാം. ക്യാപ് കട്ട് ഇവിടെ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 298 MB ആണ് നമ്മുടെ ആപ്പ് വരുന്നത്. നോർമൽ ക്യാപ് കട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് പ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നോർമൽ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ എന്നുള്ള ഭാഗത്ത് പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, പ്രോവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, ക്യാപ് കട്ട് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 313 MB ആണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ്. നിങ്ങൾക്ക് ഈ ക്യാപ് കട്ട് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഡൺ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കൊരു VPN ഡൗൺലോഡ് ചെയ്യണം. ആയിട്ടുള്ള ഏതെങ്കിലും ഒരു VPN നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ടർബോ VPN എന്ന് അടിച്ചു കൊടുക്കുക. ഇത് ഫ്രീ ആയിട്ടുള്ള VPN ആണ്. പ്രോക്സി VPN ഉണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള VPN ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പ്രോട്ടൺ VPN ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കാണുന്ന VPN ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, VPN ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളത് ഓപ്പൺ എന്നുള്ളത് മാത്രം കൊടുത്തതിന് ശേഷം ടാപ്പ് ടു കണക്ട് എന്നുള്ള ഈ താഴത്തുള്ള ഭാഗം എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വേറെ റീജിയൻ സെലക്ട് ചെയ്യേണ്ട, ഒക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റായി വരുന്നതാണ്. ജസ്റ്റ് ചിലപ്പം ടാപ്പ് കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആഡ് വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ആഡ് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ഇൻഡ്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ടാപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ VPN കണക്റ്റ് ആയിട്ടുണ്ട്. VPN കണക്റ്റഡ് ആണ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യണം. ക്യാപ് കട്ട് എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ട് ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പ്രൈവസി ഒക്കെ അഗ്രി ചെയ്ത് കൊടുക്കണം. അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പുതിയ പ്രൊജക്റ്റ് തുടങ്ങാനും ക്യാപ് കട്ട് ഓരോ വർക്കുകൾ, ഫയലുകളൊക്കെ ചെയ്യാനൊക്കെ ഇവിടെ സാധിക്കുന്നതാണ്. ക്യാപ് കട്ട് നമുക്ക് പ്രോ വേർഷനിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അത് ആദ്യമായിട്ട് നിങ്ങൾ ഈ പ്രൊഫൈലിൽ പോവുക. ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിൽ ക്യാപ് കട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഏത് മെയിലാണോ വേണ്ടത്, ആ മെയിലിൽ ഓട്ടോമാറ്റിക് ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ഏത് മെയിലും കൊടുക്കരുത്. നമ്മൾ തരുന്ന മെയിലും പാസ്വേഡാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സൈൻ വിത്ത് ഇമെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, സൈൻ വിത്ത് ഇമെയിൽ. ഇവിടെ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ തന്നിട്ടുള്ള ആ ഇമെയിൽ IDയും പാസ്വേഡും താഴത്ത് എന്ത് ചെയ്യുക, തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്ത് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് അത് ലോഡ് ആവുന്നതാണ്. VPN കണക്റ്റഡ് ആവണം, എന്നാലേ ലോഡ് ആവുള്ളൂ. ഇതൊക്കെ ആക്റ്റീവ് ആവും. നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാം.
നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗെറ്റ് ഡെസ്ക് ടോപ്പ് ആപ്പ് ഫോർ 30 ഡേ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോ വേർഷൻ നിങ്ങൾക്ക് CapCut ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും എന്ത് ചെയ്യുന്നതാണ്, എല്ലാ CapCut വരുന്ന എല്ലാ പ്രോ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ഓരോന്ന് നിങ്ങൾക്ക് നോക്കിയാൻ സാധിക്കും. നോർമൽ CapCutഉം ഇതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാൻ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് പോലെ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എല്ലാ പ്രോ വേർഷനും ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് CapCut പ്രോ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.